കേക്ക് പ്രാന്തന്മാരാണോ നിങ്ങൾ? എങ്കിലും നിങ്ങൾക്ക് ഡെസ്കിൽ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കേക്ക് ഡെക്കോറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡെസ്കിൽ വെക്കാൻ പറ്റിയിട്ടുള്ള കേക്കോ എന്ന് നിങ്ങൾ വിചാരിക്കും. യെസ്, ഡെസ്കിൽ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ബോക്സ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഈ കാണുന്ന ഗ്ലൂ, അതായത് ഡീകോഡൻ ഗ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലൂ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ആമസോണിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. ഞാനിത് ലോക്കൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ മുകളിലുള്ള കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്ലൂ പോയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ കുഴപ്പമില്ല, നമ്മളത് ആ ഗ്ലൂ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നോസിലൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കേക്കിന് ഐസിങ് ചെയ്യുന്ന പോലെ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ വരച്ച് കൊടുക്കാം. അപ്പോൾ കേക്ക് കഴിക്കാൻ മാത്രം അറിയുന്ന എനിക്ക് ഐസിങ്ങിനെ പറ്റിയിട്ടുള്ളൊരു ABCD അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ കൊളായി പോയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇതൊന്ന് ഐസിങ് ചെയ്തെടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് അറിയുന്ന രീതിയിൽ എങ്ങനെയൊക്കെയോ ഒക്കെ ഒന്ന് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ എന്താ പറയുക, കൺസിസ്റ്റൻസി ആയിരിക്കില്ല ഈ ഒരു ഗ്ലൂവിന് എന്നുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ആക്കി എടുക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ വൈറ്റ് കളറിലുള്ള ഒരു ഔട്ട്ലൈൻ ചെയ്തെടുത്തിട്ട് അതിൻ്റെ അകത്ത് ലൈറ്റ് പിങ്ക് കളറിലും കൂടെ ഞാനൊന്ന് ചെയ്തെടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര ഫ്ലവേഴ്സൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങിലൊക്കെയാണ് ചെയ്തു തുടങ്ങിയത്. പക്ഷേ ചെയ്തു വന്നപ്പോൾ ഒന്നും വിചാരിച്ച മാതിരി ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ പിങ്ക് കളറിലുള്ള ഐസിങ്ങും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ സൈഡിലും കൂടെ ഞാൻ അതേപോലെ ലൈറ്റ് പിങ്ക് കളർ വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതേപോലെ പർപ്പിൾ കളറിലുള്ള ഒരു പർപ്പിളല്ല, ഇത് ലാവൻഡർ കളറിലാണ്. ലാവൻഡർ കളറിലുള്ള ഒരു ഗ്ലൂ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സൈഡിലൊരു സിഗ്സാഗ് മോഡലിൽ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ബാക്കിയുള്ള ഭാഗം കൂടെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐസിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഡെക്കോർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഹാഫ് കട്ട് പേൾ ബീഡ്സ് ഉണ്ടല്ലോ, അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ മുകളിലൊന്ന് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വെച്ചെടുക്കുന്നത്. വീഡിയോയിൽ ഇത് കാണുന്നുണ്ടില്ല, നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ബീഡ്സ് ഉള്ളത് കാണാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഒരു കുഞ്ഞ് ഫ്ലവറും കൂടെ അതിൻ്റെ മുകളിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഇനി നമുക്ക് ഡ്രൈ ചെയ്യാൻ വെക്കണം. ഒരു 24 hours എങ്കിലും ഡ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ഹാർഡായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ലിഡ് കംപ്ലീറ്റ് ഹാർഡായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഡെസ്ക് ഡെക്കോർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ലിഡൊക്കെ ഓപ്പൺ ചെയ്തു. അപ്പോൾ നമുക്ക് ഇതുപോലെ ഡെസ്കിലൊക്കെ വെക്കാൻ പറ്റില്ല, നല്ല ക്യൂട്ടായിട്ടുള്ള റൈറ്റാണ്. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ ബൈ.